ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതലായി ഡെയിലി ഇടാറുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങൾക്കറിയാം, എൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ കൂടുതലായിട്ടും ECSൻ്റെ യൂറോപ്യൻ സീരീസിലെ 10 ഓവറിൻ്റെ കളികളാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കൊല്ലം മുമ്പൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഇടുന്ന ടൈമിൽ. പിന്നെ ഓരോ തിരക്കും കാരണങ്ങളൊക്കെ കൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഇടാനും പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാനും കളിക്കലൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഒരു വീഡിയോ, അന്നത്തെ നമുക്ക് പറ്റണ മാച്ചസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫുട്ബോളും ഞാൻ അത്യാവശ്യം ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന കളികളുടെയൊക്കെ വീഡിയോസ്, അന്നത്തെ ദിവസത്തെ കളികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ രാവിലെ തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ രാവിലെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്ന കളികളുടെ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് അതൊക്കെ വെച്ച് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് ഡ്രീം 11 തന്നെ. കാരണം ഗുരു ടീംസൊക്കെ വന്നതോടുകൂടി ഒരുപാട്, ആദ്യം ഒന്നും അറിയാണ്ട് ടീം ഇടുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗുരു ടീംസൊക്കെ ഫോളോ ചെയ്ത് ടീം ഇടുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ലീഗൊക്കെ നല്ല കോമ്പിനേഷനാണ്, അതുപോലെ കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ലീഗാണെങ്കിലും അത്ര എളുപ്പമല്ല. നമുക്ക് ചിലപ്പോൾ ഇട്ട ക്യാഷ് പോലും തിരിച്ച് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്യണതിന് മുമ്പ് റിസ്ക് ഉള്ളതാണെന്ന് അറിഞ്ഞ് വെച്ചുകൊണ്ട് നോക്കുക. ചിലപ്പോൾ നമ്മുടെ ടീം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഉപകാരം ഉണ്ടായേക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നാളെ തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങാണ്. ഇന്ന് കുറച്ച് കളികൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് പറയണത്. അപ്പോൾ ഇതിൽ ഞാൻ തുടക്കത്തിലേ പറയാം, ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. നമ്മുടെ ഒരുപാട് ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ എമൗണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് കൂട്ടുക. അല്ലെങ്കിൽ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ GL മാത്രം വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരുപാട് നല്ല പ്രൈസുള്ള GL ഒക്കെ ഉണ്ട്. നമുക്ക് നല്ല പ്രൈസുകളൊക്കെ കിട്ടിക്കൂടായില്ല. നല്ല കോമ്പറ്റീഷനാണ്. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആദ്യത്തെ പോലെ, ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും അറിയാണ്ട് ടീം ഇടുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അറ്റ്ലീസ്റ്റ് ഈ ഗുരു ടീമെങ്കിലും നോക്കിയിട്ടൊക്കെയാണ് അവർ റെഫർ ചെയ്തിട്ടൊക്കെയാണ് ടീം ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമൊക്കെ ഞാൻ ടീം ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ അറിയാം, നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റൊക്കെ നമുക്ക് വന്നായിരുന്നതാണ്. പിന്നെ അതിന് ശേഷം അധികം ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ജസ്റ്റ് ഞാൻ നേരത്തെ ഇടണമെന്ന് വിചാരിച്ചാണ്. ഇന്ന് ഒരുപാട് ലേറ്റായി. നാളെ തൊട്ട് രാവിലെ ഒരു 10 മണിക്ക് ആ ഒരു ടൈമിലൊക്കെ ഇടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ ടൈമിൽ തന്നെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങൾ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അതിൽ ടീമുകളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. എനിക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഡെമോ ടീം കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്തൊക്കെ നോക്കാവുന്നതാണ്. നമ്മൾ കൂടുതലായിട്ടും ഈ 10 ഓവറിൻ്റെ കളിയിലൊക്കെ പുതിയ പ്ലേയേഴ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ അവരുടെ സ്റ്റാറ്റ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ഫാൻ കോഡിലും അതുപോലെ തന്നെ ECSൻ്റെ യൂറോപ്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലൊക്കെ അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയുക. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കളികൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരു കളി ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കളിയുടെ എനിക്ക് ഇനി ഞാൻ പറയാനില്ല. ഞാൻ ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഞാനൊരു ലാസ്റ്റ് ടൈമിലാണ് കണ്ടത്. അപ്പോൾ കുറച്ച് കോൺടെസ്റ്റ് ജോയിനായി. ഇപ്പോൾ അധികം കോൺടെസ്റ്റൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊരു SL ടീം ക്രിയേറ്റ് ചെയ്തത്. ക്യാപ്പിനും VCക്കും പോയിൻ്റ് ഉണ്ട്, മറ്റുള്ള പ്ലേയേഴ്സിന് അധികം പോയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് പുതിയ പ്ലേയേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല
ഒരുപാട് പുതിയ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ബോളർ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അടുത്ത കളിയിൽ എന്തായാലും നിങ്ങൾ ഈ ബോളറിനെ ട്രൈ ചെയ്ത് നോക്കുക. ക്യൂ തക്വീം എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ബോളറാണ്. അടുത്ത കളിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കളിയിൽ ഞാൻ കൂടുതൽ പറയാനില്ല. അപ്പോൾ ഈ ഒരു കളിയിൽ ഇനി 4 കളിയും കൂടി ഉണ്ട്. 2:15, 4:15, 6:15, 8:15. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവും, പക്ഷേ ഞാൻ നാളെ തൊട്ട് ചെറിയ വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയേണ്ടി വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ 2:15 കളിയുടെ ഡെമോ ടീമൊന്ന് നോക്കാം. ഇത് രണ്ടും പുതിയ ടീമുകളാണ്, ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറവാണ്. ഇതിൽ പോയിൻ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെമോ ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ നാളെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഇതിൽ ഇപ്പോൾ നമുക്ക് ക്യാപ്പും VC ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന, GLൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സിനൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ എടുത്ത് ഇടാണ്, കാരണം എനിക്ക് ടൈം കുറവാണ്. അതുപോലെ തന്നെ കളികളും തുടങ്ങി, ഒരുപാട് ലേറ്റായി. നാളെ തൊട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഓരോ ഇതിൻ്റെ ഡെമോ ടീമായിട്ട് അങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റിനുള്ളിൽ വീഡിയോ തീരാവുന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഇതാണ് ഇന്നത്തെ ആ 2ാമത്തെ കളിയുടെ ഡെമോ ടീം. നിങ്ങൾ സമയം കിട്ടുന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പിന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഈ W ഹൈദർ എന്ന് പറഞ്ഞ പ്ലെയർ നല്ലതാണ്. പിന്നെ S അലിഖാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് GL ക്യാപ്പ് ട്രൈ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ S സദാക്കത്ത് എന്ന് പറഞ്ഞ പ്ലെയർ ഓൾറൗണ്ടർ, അത്യാവശ്യം പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. സെലക്ഷൻ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് ശേഷം 4:15 കളി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന 2 ടീമുകൾ തമ്മിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്ലെയേഴ്സിൻ്റെ ആദ്യത്തെ കളിയിൽ നോക്കി ടീം ഇടാനൊക്കെ പറ്റും. ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ടീം കാണിച്ചു തരാം. ഇത് 2 ടീമും അത്യാവശ്യം ഒരു 10-15 പ്ലെയേഴ്സ് നല്ല ഇതായിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ നമുക്ക് ക്യാപ്പും VC ഒക്കെ ഇടാനും അതുപോലെ തന്നെ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാനൊക്കെ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ഡെമോ ടീമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. ഞാൻ സയ്യിദ് അഹമ്മദിനെയും ഖലീലിനെയും തന്നെയാണ് ഇപ്പോൾ ഉള്ള കളിയിലും ക്യാപ്പും VCയും വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് GL ട്രൈ ചെയ്യുകയാണെങ്കിൽ സുവാക്ക് കീപ്പർ നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം ഒരു 50-ന് മുകളിലൊക്കെ അടിക്കാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. അതുപോലെ F അഹമ്മദ് ഈ കളിയിൽ ഏത് പൊസിഷനിൽ ഇറങ്ങണമെന്ന് അറിയില്ല. F അഹമ്മദിൻ്റെ കളിയൊന്ന് നോക്കുക. അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്, നല്ല സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ ക്യൂമിർ അഫ്സൽ, പിന്നെ ഈ ബോളർ അത്യാവശ്യം നല്ല ഇതിൽ ബോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അടുത്ത കളിയിലും എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോൾ നടക്കുന്ന കളിയുടെ ഇത് നോക്കിയിട്ട് നിങ്ങൾ ടീം സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ നടക്കുന്ന കളി ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയില്ല, നാളെ തൊട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പറയാം. ഇതാണ് ഇനി നടക്കാനുള്ള 2ാമത്തെ കളി. പിന്നെ 3ാമത്തെ കളി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമും പിന്നെ വേറൊരു ടീമാണ്. അതിൽ ഈ ഒരു HUD എന്ന് പറയുന്ന ടീമാണ് അത്യാവശ്യം നല്ല ടീം. അവർ ജയിക്കാൻ ചാൻസ് കൂടുതലും. അപ്പോൾ അവരുടെ പ്ലെയേഴ്സിന് തന്നെ ക്യാപ്പും VC ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും GL ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ആദ്യത്തെ 2 കളിയിൽ ഇവരുടെ പെർഫോമൻസ് കുറവുള്ള ഇതിൽ ഏതെങ്കിലും പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഫാൻ കോഡിൽ വേണമെങ്കിൽ സ്റ്റാറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ HUD എന്ന് പറയുന്ന ടീം ജയിക്കാനാണ് ചാൻസ് കൂടുതലും. അപ്പോൾ അവരുടെ പ്ലെയേഴ്സിന് തന്നെ GL എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇന്നത്തെ ലാസ്റ്റ് കളി ഇപ്പോൾ അൽബി സൽമി എന്ന് പറയുന്ന ടീമിൻ്റെ കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ അത്യാവശ്യം നല്ല ടീമാണ്. ആ ടീമും പിന്നെ MAR എന്ന് പറഞ്ഞ ടീമും തമ്മിലാണ്. അപ്പോൾ അതിൽ അൽബി സൽമി ജയിക്കാൻ 90% ചാൻസ് ഉള്ളത്, കാരണം അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ് എല്ലാവരും. അപ്പോൾ അവരുടെ ടീമിലെ പെർഫോമൻസ് ഇപ്പോഴുള്ള നടക്കുന്ന കളിയിൽ നോക്കുക, അതനുസരിച്ച് ടീം സെറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്താണ്. എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് ലോങ് ആവുകയും ചെയ്തു. എനിക്ക് പിന്നെ ടൈം ഒരുപാട് പോയി. നാളെ തൊട്ട് നേരത്തെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് അറിയേണ്ടത്, ഏതൊക്കെ കളികളുടെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അങ്ങനെ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടവർക്കും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തുടരുന്നവർക്കും എല്ലാവർക്കും നന്ദി. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം.